Welcome back to this new concept of Techflora. I'm Bindu Joseph from Kozhikode. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കോൺസെപ്റ്റ് ഈസ് അബൌട്ട് ടോപ്പ് ഷൂട്ട് പ്ലാന്റിംഗ് ആണ്. എന്താണ് ടോപ്പ് ഷൂട്ട് പ്ലാന്റിംഗ്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ഗോൾഡ് അല്ലെങ്കിൽ കിങ് ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന പെപ്പറിൻ്റെ കൾട്ടിവേഷൻ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിത് നൂതനമായ ഒരു രീതി, പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക. അതാണ് ടോപ്പ് ഷൂട്ട് പ്ലാന്റിംഗ്. എന്താണ് ഈ ടോപ്പ് ഷൂട്ട് പ്ലാന്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? നമുക്ക് നോക്കാം. അത് ഏറ്റവും ആദ്യ വർഷം നമ്മൾ സാധാരണ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ ഒരു 3 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് 3 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം കയറിപ്പോയി അത് മുകളിൽ നിന്നാണ് കായ തുടങ്ങുക. ഒരു 3 വർഷത്തെ കാലതാമസം എന്തായാലും എടുക്കും. അതേസമയം നമ്മൾ ടോപ്പ് ഷൂട്ടാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യ വർഷം തന്നെ ഇതിൽ നിന്ന് ഫലമെടുക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ചുവട് മുതലേ ഇതിൻ്റെ കായ്ച്ച തുടങ്ങും. നല്ല ബ്രാഞ്ചസായി പൊട്ടി ചുവട് മുതലേ കായ്ച്ച തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെപ്പറിൻ്റെ ഗ്രോത്ത് മറ്റതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇത്തരം അഡ്വാൻറ്റേജസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്കൊരു പുതിയ കോൺസെപ്റ്റ് തരുന്നത് ടോപ്പ് ഷൂട്ട് പ്ലാന്റിംഗ്. നമുക്ക് നോക്കാം എന്താണ് ടോപ്പ് ഷൂട്ട് പ്ലാന്റിംഗ്. അപ്പോൾ നമുക്ക് ടോപ്പ് ഷൂട്ട് ഏതാണെന്നാണ് കാണേണ്ടത്. ടോപ്പ് ഷൂട്ട് അല്ലെങ്കിൽ കയറുതല എന്ന് പറയുന്ന ഭാഗം ഏതാണ്? അതായത് ഇപ്പോൾ ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പിൽ ചൂടിക്കയറ് ചുറ്റിയിട്ട് പെപ്പർ കയറ്റിയിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ടോപ്പ് ഷൂട്ട് എന്ന് പറയുന്നത് ഇതാ ടോപ്പ് പാർട്ട്, ഇതാ മരത്തിലേക്ക് കയറി പോകുന്ന ഈ ഭാഗമാണ് ടോപ്പ് ഷൂട്ട് അഥവാ കയറുതല എന്ന് പറയുന്ന ഭാഗം. ഇതിപ്പോൾ ഞാൻ കൾട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് പുതിയത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു 1/2 മീറ്റർ ഇതാ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ടോപ്പ് ഷൂട്ട് എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ കയറുതല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ മൂർച്ചയുള്ളൊരു കത്തി എടുക്കണം. ഇത് ബഡ്ഡിങ് നൈഫാണ്. ഇത് നമുക്ക് ബഡ് ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇതുകൊണ്ടുള്ള മൂർച്ചയുള്ള കത്തി വെച്ച് നമ്മളിത് ഈ ടോപ്പ് ഷൂട്ട് എടുക്കുകയാണ്. ഇതിനെ കയറുതല എന്നാണ് നമ്മൾ പറയുക. നോക്കാം, മരത്തിൽ കയറുന്നതിൽ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഏത് ഭാഗമാണ് മരത്തിൽ കയറുന്നത്, ഏത് പാർട്ടാണ് നമ്മൾ കൃഷി അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ മരത്തിൽ കയറുന്ന ഒരു മരത്തിലും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇതാണ് ടോപ്പ് ഷൂട്ട് അഥവാ കീറുതല എന്ന പാർട്ട്. ഇത് നമുക്ക് ഇതിപ്പോൾ ഇളംതല ആയതുകൊണ്ട് ഒരു 3 മുട്ടർ താഴെ വെച്ച് മുറിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച വലിയ തലയാണെങ്കിൽ ഇത് ഈ തലയാണെങ്കിൽ ഇതാ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ വേര് വരുന്നതിന് താഴെ വെച്ച് നമുക്ക് ഈ ഇല കട്ട് ചെയ്ത് കളയാം. ഈ രൂപത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ കഴിയും. ഇത് വേറൊരു തലയായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ കഴിയും. ഇതാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് മുറിക്കുന്നു, ഈ മുട്ടിന് തൊട്ട് താഴെ വെച്ച്. ഇത് നമുക്കൊരു പ്ലാന്റായിട്ട് നടാം. മറ്റൊന്ന് ഇവിടെ വെച്ച് ഈ മുട്ടിന് താഴെ വെച്ച് ഇത് ഒരു പ്ലാന്റായിട്ട് നമുക്ക് നടാൻ കഴിയും. ഇത് മറ്റൊരു പ്ലാന്റായിട്ട് നടാൻ കഴിയും. ഇത് നടേണ്ട വിധം മണ്ണിലെ ചാണകപ്പൊടി, നമ്മൾ നല്ല പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ മണ്ണിലെ ചാണകപ്പൊടി അത് തന്നെയാണ് കോട്ടിംഗ് മിശ്രിതം. എന്നിട്ട് ചെടി ഗ്രോ ബാഗിൽ നട്ട ചെടികൾ നമുക്ക് കാണാൻ പോകാം. ഇപ്രകാരം നട്ടിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നതെല്ലാം. ഈ ഗ്രോ ബാഗിലുള്ളതെല്ലാം തന്നെ ടോപ്പ് ഷൂട്ട് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അടിയിലെല്ലാം നിറയെ വേര് വന്നു. 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് വേര് പെട്ടെന്ന് വന്നോളും. വേര് വന്ന 2 മാസം പ്രായമായ തൈകളായത്. കണ്ടോ, ഇതിൽ തന്നെ കായുണ്ട്. കായുള്ള ടോപ്പ് ഷൂട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് കായ ഉണ്ടാവും. ഇതുപോലെ വേര് വന്നിരിക്കും. 2 മാസം കൊണ്ട് ഈ വളർച്ചയെത്തും.
ഇതാ ടോപ്പ് ഷൂട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് 2 മാസത്തിന് ശേഷമുള്ള വളർച്ചയാണിത്. ഇതെല്ലാം ടോപ്പ് ഷൂട്ടാണ്. കണ്ടാൽ കുറ്റിക്കുരുമുളക് പോലെ ഇരിക്കും, പക്ഷേ ഇത് ടോപ്പ് ഷൂട്ട് തന്നെയാണ്, കുറ്റിക്കുരുമുളകല്ല. ഇതെല്ലാം തന്നെ ടോപ്പ് ഷൂട്ട് പ്ലാന്റ്. നല്ല ഗ്രോത്ത് ഉണ്ടാവും. പെട്ടെന്ന് 2 മാസം കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പ്ലാന്റ് ചെയ്യാൻ കഴിയും. ഉണ്ടോ, വേര് നിലത്തേക്ക് ചാടിക്കഴിഞ്ഞു. ഇതിൻ്റെ വേര് വളരെ നല്ല പെട്ടെന്ന് വളരും. ഇത് അതെല്ലാം സീഡുള്ളതാണ്, ഓൾമോസ്റ്റ് സീഡുള്ള തൈകൾ തന്നെയാണ്. ഇത് നമുക്ക് പ്ലാന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. രണ്ട് മാസം പ്രായമായ തൈ നമ്മൾ നേരിട്ട് നിലത്തേക്ക് പ്ലാന്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശീമക്കൊന്നയാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. ശീമക്കൊന്ന ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ എയർ കണ്ടീഷനാണ്. മീൻസ് നമുക്ക് ഇതിന് കൂടുതൽ സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഭയങ്കര വെയിലുള്ള സമയത്ത് നമുക്ക് അതിനകത്ത് ഷെയ്ഡ് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഇലകൾ നല്ലപോലെ ഒരു ഷെയ്ഡ് പെപ്പറിന് കൊടുക്കും. ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിൻ്റെ ശേഖരങ്ങൾ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് എമൗണ്ട് സൺലൈറ്റും കൊടുക്കാൻ കഴിയും. അതാണ് ഈ നമ്മുടെ ചീമക്കൊന്നയിൽ ഈ കുരുമുളക് കൃഷി ചെയ്താലുള്ള ബെനിഫിറ്റ്. ഇതിപ്പോൾ നമ്മൾ ആ ടോപ്പ് ഷൂട്ടാണ്. ടോപ്പ് ഷൂട്ട് പ്ലാന്റ് ചെയ്തതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ചുവട് മുതലേ ബ്രാഞ്ചസ് പൊട്ടും. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനും കായ ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ സൈഡിലേക്ക് ഓരോ ബ്രാഞ്ചസും ഈ ശേഖരങ്ങൾ അല്ലെങ്കിൽ ഈ ചീമക്കൊന്നയോട് ചേർത്ത് വള്ളി വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് വളരുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെപ്പർ പ്ലാന്റ് ചെയ്യാനായിട്ട് മുറിക്കുന്ന ചെന്തല എന്ന് പറയുന്ന പാർട്ടാണത്. കണ്ടോ, ഈ ഭാഗമാണ് നമ്മൾ ചെന്തല എന്ന് പറയുന്ന ഭാഗം. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതായത് ഒരു രണ്ട് മുട്ട താഴെ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട മണ്ണിനടിയിൽ പോകും, മറ്റേ മുട്ട മുകളിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഈ വേര് കാണുന്ന ഈ ഭാഗത്ത് മുതൽ വേര് വരും. നമ്മളിതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വളർത്തിയതിന് ശേഷം സാധാരണഗതിയിൽ പ്ലാന്റ് ചെയ്യുക. ഇത് പ്ലാന്റ് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോകാൻ നോക്കാം. ചെന്തല പ്ലാന്റ് ചെയ്ത ഒരു പെപ്പറാണിത്. കേട്ടോ, നേരെ കയറിപ്പോവും. ഏകദേശം ഒരു 2.5-3 വർഷം പ്രായമായി ഇത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട്. ഇതുവരെ ഒരു മണി പോലും കുരുമുളകിനകത്ത് കായ്ച്ചിട്ടില്ല. ഇതിനൊരു മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചീമക്കൊന്നയാണ് ഇതിന് മുകളിലെങ്കിൽ ഇത് നമുക്ക് ഷെയ്ഡ് കൊടുക്കുക. അതാണ് ഇത് ചീമക്കൊത്തയാണ്. ഇതുപോലെ ചീമക്കൊന്നയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് കൊടുക്കാൻ കഴിയും. ഈ ഷെയ്ഡ് കൊണ്ട് കുരുമുളകിന് മഞ്ഞളിപ്പ് വരില്ല. അതേസമയം ഇതിപ്പോൾ ഇതാണ്ട് ഞാനൊരു കവുങ്ങയിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചത് കൊണ്ട് ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളർ വരും. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചീമക്കൊന്നയാണ്. ഇതിപ്പോൾ നമ്മളൊരു ചെന്തല കൃഷി ചെയ്തതാണ്. അതുകൊണ്ട് 3 വർഷമായിട്ട് ഇതിനകത്ത് ഒരു അനക്കവും തട്ടിയിട്ടില്ല. ഇനിയും നമ്മൾ എത്ര വർഷത്തെ കാത്തിരിക്കണം ഇതിനകത്ത് കായ ഉണ്ടാവാൻ അറിയില്ല. അതേസമയം നമുക്ക് തൊട്ടപ്പുറത്തതാ ഒരു ചെടിയുണ്ട്. അത് നമ്മൾ ടോപ്പ് ഷൂട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഷൂട്ടാണ്. ഇതാണ്ടോ, ചുവട് മുതലേ ബ്രാഞ്ചസ് പൊട്ടി അതിനകത്ത് മുളകും ഉണ്ടാവും. ഇതിനകത്ത് മുളകല്ല ഞാൻ പറിച്ചെടുത്താണ്. കാരണം നമ്മൾ മുളക് പറിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സ്റ്റെംസിന് നല്ല ബലം വരും. അപ്പോൾ സ്റ്റെംസ് എനിക്ക് കട്ട് ചെയ്തിട്ട് ബുഷ് പേപ്പർ കൃഷി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിൻ്റെ സ്റ്റെംസ് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രച്ച് ഷോർട്സ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിറയെ ഇതിൻ്റെ ശേഖരങ്ങൾ പൊട്ടിയതാണ് നമ്മൾ ഈ ടോപ്പ് ഷൂട്ട് കൃഷി ചെയ്യുന്നത് മൂലം. കേറുതല അല്ലെങ്കിൽ ടോപ്പ് ഷൂട്ട് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ കൊളിബ്രിനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് കൊളിബ്രിനമാണ് ഈ പോർഷൻ. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തത്. ഇതിൻ്റെ മുകളിലേക്കുള്ള പോർഷനാണ് ടോപ്പ് ഷൂട്ട് അല്ലെങ്കിൽ നമ്മൾ കീർത്തല എന്ന് പറയുന്ന പോർട്ട്. ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയൽ പ്രദേശങ്ങളിൽ നമുക്ക് പെപ്പർ കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം അത് ചീഞ്ഞു പോകും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അധികമുണ്ടെങ്കിൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കൊളിബ്രിനം എന്ന് പറയുന്ന പ്ലാന്റിനുണ്ട്. ഇത് കൊളിബ്രിനമാണിതാ. ഈ ഇല എന്ന് പറയുന്നത് ഇത് കൊളിബ്രിനമാണ്. അതായത് പെപ്പറിൻ്റെ ഫാമിലിയിൽപ്പെട്ട കൊളിബ്രിനമാണ്. ഈ കൊളിബ്രിനത്തിന് വെള്ളത്തെ സർവൈവ് ചെയ്യാൻ വയലിലൊക്കെ വെള്ളത്തെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് കൊളിബ്രിനത്തിൽ
ഗ്രാഫ്റ്റ് ചെയ്ത ക്ലൈംബർ പേപ്പർ അല്ലെങ്കിൽ കയറുതല ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെടിക്ക് വളരെ വളർച്ച പെട്ടെന്ന് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വയൽ മേഖലകളിൽ വയലേലകളിൽ ഇത് പെപ്പർ കൃഷി ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അതിനു മുമ്പ് ഇനി നിങ്ങൾ തീരുമാനിക്കുക ചെന്തല കൃഷി ചെയ്യണോ അതേ കയറുതല കൃഷി ചെയ്യണോ എന്നുള്ളത്. ചോയ്സസ് യുവേഴ്സ്. ഇത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.